സൂപ്പർ. ഒന്നാമത്തെ, എന്തെന്നാൽ അവൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജനം നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രാത്മം സ്നേഹിച്ചു. യോഹന്നാൻ 3:14. രണ്ടാമത്തെ, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തെയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമ്യ 79:11. മൂന്നാമത്തെ, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാക്കാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ 10:10. നാലാമത്തെ, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരാം. സുഭാഷണം 3:6. ഇനി അഞ്ചാമത്തത്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. 1 ആറാമത്തെ, അവസാനമായി സഹോദരരെ, സത്യം വന്നോ, നീതിയുക്തം, പരിശുദ്ധം, സ്നേഹാദരം, സുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാലങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും. ഫിലിപ്പി 4:8. ഇനി 7, ഒന്നിനെ കുറിച്ച് ആകുലരാകണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധി അർപ്പിക്കുവിൻ. ഫിലിപ്പി 4:6. എട്ടാമത്തെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിമേൽപ്പിക്കുന്നു. റോമ 8:28. ഒമ്പതാമത്തെ, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധി ആശ്രയിക്കുകയുമാണത്. സുഭാഷണം 3:5. പത്താമത്തെ, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. ഇനി 11, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:14. ഇനി 12. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. സൂപ്പർ.